ചേച്ചി ഡിസ്കഷൻസിനും ഒക്കെ വന്നിരുന്ന് കറക്റ്റായിട്ട് ചേച്ചിക്ക് പറയാനുള്ളത് ചേച്ചി എപ്പോഴും പേടിക്കാതെ സംസാരിക്കുന്ന ഒരാളാണല്ലോ. അതായത് നമ്മൾക്ക് പേടിക്കാതെ സംസാരിക്കുക എന്നുള്ളതും അത് കഴിഞ്ഞിട്ട് ഈ കമന്റ്സും ഈ പറഞ്ഞ ആൾക്കാരുടെ ഡീൽ ചെയ്യാന്നുള്ളതും ഒക്കെ ഒരു വലിയൊരു ഒരു ടാസ്ക് അല്ലേ. അപ്പൊ ചേച്ചി എങ്ങനെയാ അത് ഡെയിലി ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല മനസ്സോടുകൂടിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അടിയിൽ ആരെങ്കിലും വന്നൊരു മോശം കമന്റ് ഇടുമ്പോൾ ആ കമന്റിന്റെ ബാക്കി പത്രമായിട്ട് കുറെ കമന്റ്സ് വരും. അപ്പോഴും ഞാൻ അത് വായിച്ചിട്ട് ചിന്തിക്കാൻ തരയോ, എത്രയോ വലിയൊരു ലെജൻഡ് ആയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന് പോലും ഇതിനേക്കാൾ എന്തെല്ലാം അദ്ദേഹം കേൾക്കുന്നു. മമ്മൂക്ക് കേൾക്കുന്നു, സകലരും കേൾക്കുന്നു. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും. കാരണം ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അവരതുകൊണ്ട് ജീവിക്കുന്നു. ജീവിച്ചോട്ടെ. പക്ഷെ എന്ന് വിചാരിച്ച് എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാനോ. വിവാദങ്ങളുടെ ഭാഗമാണല്ലോ ചേച്ചി. അതെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഭയന്ന് ജീവിച്ചാലും ഞാൻ മരിക്കും, ഭയക്കാതെ ജീവിച്ചാലും ഞാൻ മരിക്കും. മരണം നമുക്ക് സ്ഥായിയായ ഭാവമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഉള്ളത് തുറന്നു പറഞ്ഞ് ജീവിച്ചാ പോരെ, ആരെയോ പേടിക്കണ്ട. ഇപ്പൊ ഞാൻ പട്ടിണി കിടക്കുന്ന സമയത്ത്, എന്റെ ഭർത്താവ് മരിച്ച സമയത്ത്, എന്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ കൊണ്ടുവന്ന് തന്നിട്ടാണ് എന്നെ വിരൽ ചൂണ്ടുന്നതെങ്കിൽ ഞാനത് കേൾക്കാൻ തയ്യാറാ. അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് എത്രയോ കല്ലും മണ്ണും ചുമന്ന് എൻ്റെ ഈ രണ്ട് മക്കളെ ഇത്രയും വലിയൊരു ജീവിതത്തിലോട്ട് കടത്തിവിട്ട എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കാനേ പറ്റൂ. എൻ്റെ മക്കളും ചിരിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ എന്താണെന്ന് എനിക്കാണ് ആദ്യം അറിയേണ്ടത്. നമ്മളൊരു കൂടയില് ഒരു ആടിനെയും കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ഒരാൾ പറയണം, ഈ പട്ടിയെ എന്താ നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് ആട് തന്നെയാണെന്ന് പറയും. രണ്ടാമതൊരാൾ വരുമ്പോൾ ഇതെന്തിനാ ചേച്ചി പട്ടിയെ കൊണ്ടു പോകുന്നത്? അപ്പോ നമ്മളൊന്ന് ചിന്തിക്കും, അല്ല. മൂന്നാമത് നാലാമത് അഞ്ചാമത് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു സംശയം വരും, ദൈവമേ ഇത് പട്ടി തന്നെയാണോ? നമ്മളത് വലിച്ചെറിഞ്ഞിട്ട് പോകും. പക്ഷെ അവിടെയാണ് ഞാൻ എടുത്തത് ആട് തന്നെയാണ്. ഇനി ലോകം മുഴുവനും അത് പട്ടിയാന്ന് പറഞ്ഞാലും എന്നിലുള്ള വിശ്വാസം അത് ആട് തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാനത് ചുമന്നുകൊണ്ട് പോവും, എൻ്റെ വീട്ടിൽ പോവും, ഞാൻ അതിനെ വളർത്തും, കുട്ടികളുണ്ടാവും, നമ്മളത് പെറ്റുപെരുകയും ഞാൻ സമ്പന്നയാവും. ഇല്ലെങ്കിലോ അതിനെ കളഞ്ഞിട്ട് ആരാതും കൊണ്ടുപോകും. ഇതാണ് ലോകത്ത് നടക്കുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അങ്ങനെയായി മാറും. എന്തിനാണ് ഒരു നല്ല വ്യക്തിയെ ഇല്ലെങ്കിൽ ഒരു നല്ല ഒരു ഹ്യൂമനെ നിങ്ങൾ ചീത്തയാക്കുന്നതെന്ന് എനിക്ക് ഈ സമൂഹത്തോട് തന്നെ ചോദിക്കാനുണ്ട്. കാരണം ഈ ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരെയും ചീത്ത വിളിക്കുമ്പോൾ ഇവർ പരസ്പരം ഒരിക്കൽ പോലും കണ്ടവരായിരിക്കത്തില്ല. ഏതോ അച്ഛനമ്മയും പ്രസവിച്ച് എവിടെയോ ജീവിക്കുന്നവർ, എവിടെയോ ജീവിച്ച് എവിടെയോ ജീവിക്കുന്നവർ. പക്ഷെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ അവരെ ചിത്രവധം ചെയ്യുന്നു എന്ന് എനിക്കും അറിയില്ല. അതാണ് ലോകമെന്ന് കലികാലം എന്ന് പറഞ്ഞ് സമാധാനിക്കുക. ഓക്കെ ചേച്ചി, മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ എടുത്തു പറയേണ്ട കാര്യം. ചേച്ചിയുടെ മകൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭയങ്കര ഹാർട്ട് ത്രോവ് ആയിരുന്ന ഓട്ടോഗ്രാഫ് സീരിയലിലെ ജെയിംസ് ആണ്. ജെയിംസ് ഇപ്പൊ എന്തെടുക്കുന്നു ചേച്ചി? ജെയിംസിനെ പിന്നെ നമ്മൾ അധികം പിന്നെ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടും ഇല്ലല്ലോ. ഒരു 38ഓളം സീരിയൽ ചെയ്തിട്ടുണ്ട്, വില്ലനും ഹീറോ ഒക്കെ ആയിട്ട്. പിന്നീട് ഞാനൊരു അതായത് എന്റെ കുലദൈവത്തെ ഞാൻ കുമ്പിട്ടാൽ, എന്റെ വസ്ത്രധാരണം മാറിയാൽ അതിന് പഴി ചേരപ്പെട്ടത് എന്റെ പിന്നെ സിനിമ പോയി, എന്റെ മകന്റെ സീരിയൽ പോയി, സിനിമ പോയി, നമ്മളെ ഒന്ന് ഒതുക്കി. അതെന്തായിരുന്നു ചേച്ചി? അതങ്ങനെയാണ്. നമ്മള് സത്യം തുറന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറ്റപ്പെടുമല്ലോ. അങ്ങനെ എന്റെ കുഞ്ഞന്റെയും അവന്റെ മുഖത്ത്, അതായത് അവൻ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് എന്റെ ഭാര്യ എന്നെന്തോ പറഞ്ഞിട്ട് അവനൊരു ഫ്ലവേഴ്സിലൊരു നല്ല നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ അവന് കോള് വരുന്നു, വരണ്ട, രഞ്ജിത്തിനെ മാറ്റി. ഞാൻ അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖം കാണണമായിരുന്നു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്നിലെ അമ്മയാണ് ഉണർന്നത്, എന്താടാന്ന് ചോദിച്ചു. ഈസി ആയിട്ട്, അല്ല അമ്മയെ പോണ്ട പറഞ്ഞു. ഓക്കെ പോണ്ട, വണ്ടി ഇറക്ക്, വാ നമുക്ക് കന്യാകുമാരിക്ക് വിടാം. മനസ്സിലായോ? കാരണം എൻ്റെ മകന്റെ സമനില പിടിച്ചു നിർത്തിയേ പറ്റൂ. ഞാൻ സാധാരണ ഒരു ജോലി നഷ്ടപ്പെടുന്നത് പോലെയല്ല, വെള്ളിത്തിലയിൽ വെട്ടി വിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു മകനെ അടിവേരോട് പറിച്ചെറിയുമ്പോൾ അവന്റെ മനസ്സിന്റെ വേദന കാണണം നമ്മൾ.
ഞാൻ അവനോട് പറഞ്ഞു, വാ പെട്ടിയെടുത്ത് മാറ്റി പോയി, നമുക്ക് ഇറങ്ങിയിട്ട് വരുമെന്നു. പിന്നീട് അവൻ മതിയാക്കി, അവനും മടുത്തു. അങ്ങനെ അവൻ അയർലൻഡിലോട്ട് അവൻ്റെ കുഞ്ഞും ഭാര്യ നേരത്തെ പോയതാണ്, അവരങ്ങോട്ട് പോയി. അവിടെ പോയി ക്രിക്കറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു അവൻ സന്തോഷവാനായിട്ടിരിക്കുന്നു. അവൻ്റെ ഡ്യൂട്ടി ഉണ്ട്, അവൻ്റെ വീട് വരും, പിന്നെ ബാക്കിയുള്ള സമയം കംപ്ലീറ്റ് ക്രിക്കറ്റ്. അവരൊരു അസല് പ്ലെയറാണ്. അവിടെ പോയി മാൻ ഓഫ് ദ മാച്ചാണ്. അതും അവിടുത്തെ വലിയ ആൾക്കാരുടെ കൂടെ ഒക്കെ. അത് നമുക്ക് സന്തോഷമാണ്. എൻ്റെ കുട്ടി ഇവിടെ അവനെ വെട്ടി മാറ്റിയവർ, ഒരു ക്രിക്കറ്റ് ടീമിൽ പോലും അവനെ ഇത് ചെയ്തവർ, ആ ഒരു നാട്ടിൽ പോയി അവനൊരു ക്രിക്കറ്റിൽ അച്ചീവ് ചെയ്ത് അതിന്റെ മെഡലുമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇതിൽ പരം സന്തോഷം ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വേറെ ഒന്നുമില്ല. അതാണ് സന്തോഷം. നമ്മള് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ചേച്ചി വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു ലവബിൾ ഫാക്ടർ എന്താ? എൻ്റെ ജീവിതം, ഞാൻ, എല്ലാ മനുഷ്യരും നമ്മളെ തന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മൾ ചുമ്മാ പറയാണ് അവരെ സ്നേഹിക്കുന്നു, ഇവരെ സ്നേഹിക്കുന്നു, എനിക്ക് അവരെ ഇഷ്ടമാണ്, ഇവരെ ഇഷ്ടമാണ്. അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. പൊട്ടത്തെറ്റാത്. നമ്മൾ ആദ്യം സ്നേഹിക്കുന്നു. ഒന്നും വേണ്ട, ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും? എന്തുകൊണ്ടാ? നമുക്ക് നമ്മളെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ നോക്കുന്ന നമ്മുടെ പ്രതിച്ഛായ. ആ പ്രതിച്ഛായ തന്നെ ഉണ്ട്. നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. എന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ അത് തന്നെ ഫോളോ ചെയ്യുന്നത്. എത്ര പേര് എന്നെ ഉപദേശിക്കുന്നുണ്ടാവും, ഉഷേശി നിങ്ങൾ അത്ര ശബ്ദം എടുത്ത് പറയല്ലേ, ഉഷേശി നിങ്ങൾ ഒരു ലേശം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ മാറുന്നില്ല? എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എൻ്റെ മനസാക്ഷി പറയുന്നിടത്തോളം കാലം എനിക്ക് എന്നെ ബഹുമാനമാണ്, എന്നെ ഇഷ്ടമാണ്. അത് തന്നെയാണ് എൻ്റെ ഇഷ്ടവും. ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുപോലെ ചേച്ചിയുടെ ക്യാരക്ടറിൽ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? എൻ്റെ ദേഷ്യം. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഞാൻ. അത് ഞാനല്ല, ഞാൻ കുമ്പിടുന്ന എന്നിൽ വസിക്കുന്ന ആൾക്കാരാ. അതെങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എല്ലാവരും പറയാം അവർക്ക് ഭ്രാന്ത ഇല്ലെങ്കിൽ വട്ടാന്നൊക്കെ. അല്ല, ഒരു നോർമലായ ഞാൻ വേറെ. പക്ഷെ എന്നെ നിരന്തരമായി ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചു മാറിപ്പോകുമെന്ന് വിചാരിക്കാം. പക്ഷെ എന്നിലെ ആ ശക്തി പെട്ടെന്ന് പ്രകോപിതയാവും. നമ്മളെല്ലാം ദൈവത്തെ ഭജിക്കുമ്പോൾ ആ ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ നിരന്തരം ഒരാൾ ഉപദ്രവിക്കുന്നെങ്കിൽ അവരവിടെ നമ്മൾ അന്നേരം എൻ്റെ ശബ്ദമൊക്കെ മാറും. തൊണ്ടയിലൊരു പിടുത്തമുള്ളത് പോലെ. പക്ഷെ ഭയങ്കര ബീഭത്സമായിരിക്കും. അതെനിക്ക് നിയന്ത്രിക്കാനോ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് എത്രയോ വലിയ പണ്ഡിതന്മാർ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ഹിമാലയത്തിലും അവിടെ ഇവിടെയും കണ്ടിരിക്കുന്ന സന്യാസി സമൂഹം എല്ലാം പറഞ്ഞിട്ടുണ്ട്, മുൻകോപിയ അല്ലേ, ഒന്ന് ശാന്തമായിക്കൂടെ? ഞാനല്ല സ്വാമി, അറിയാം, എന്നാലും പറയട്ടെ, നിലനിൽപ്പിന് അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. അതെന്നിലൊരു നെഗറ്റീവ് പോയിന്റ് തന്നെ. യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ടോ ചേച്ചി? തീർച്ചയായും. ഓക്കെ, അടുത്തിടെയൊക്കെ പോയതൊക്കെ എവിടെയൊക്കെയാണ്? തീർത്ഥാടനാണോ അതോ എന്ത് തരത്തിലുള്ള യാത്രകളാണ് ചേച്ചി പ്രിഫർ ചെയ്യുക എപ്പോഴും? എൻ്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് എൻ്റെ 30ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അദ്ദേഹം ഒരു മർച്ചന്റ് നേവി ചീഫ് എഞ്ചിനീയർ. അദ്ദേഹത്തിന്റെ കൂടെ ലോകം മുഴുവനും സഞ്ചരിച്ച ഒരാളാണ്. ഷിപ്പില് സുയസ് കനാലും പനാമ കനാലിലേക്കൂടെ യാത്ര ചെയ്ത് ഭൂമിയെ വലം വെച്ച് വന്നു. 19 കൺട്രികളിൽ പോയി. 6 ഭൂഖണ്ഡങ്ങളിലും കാലെടുത്ത് വെക്കാൻ പറ്റി. അതിൽ പരം ഒരു ഭാഗ്യം വേറെ ഒന്നില്ല. മറ്റത് സന്തോഷമാണ് ചോദിച്ചത്. എന്നിലെ സന്തോഷം, ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെ. ഭാഗ്യം, ഒരു സാധാരണയിലും സാധാരണ സ്ത്രീയായി ജനിച്ച എനിക്ക് ഈ ഭൂമിയെ ചുറ്റി വരാൻ എനിക്ക് ദൈവം സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാഗ്യം മാത്രമാണ്. പിന്നെ ഇന്ത്യയില് ഏകദേശം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. എന്താണ് ഓക്കെ, നമ്മൾ നേരത്തെ ഓർണമെന്റ്സ് പറഞ്ഞപ്പോഴേ ആ മാല എന്താ ചേച്ചി അത്? ഇതോ? ഇത് 100% ക്രിസ്റ്റൽ അല്ല, എന്നാലും ക്രിസ്റ്റലിന്റെ ഒരു വകഭേദമാണ്. ഇതെന്റെ ഗുരുനാഥ. എനിക്ക് കുറെ ഗുരുക്കന്മാരും ഗുരു പത്നികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു രചന ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട്. അവർ നാഷണൽ അവാർഡ് വിന്നറൊക്കെ ആണെന്നാണ് എനിക്ക് സംശയം. ഞങ്ങളൊക്കെ
20 വർഷം മുമ്പേ ഇങ്ങനെ നടന്നിരുന്ന വേൾഡ് സ്പിരിച്വൽ മീറ്റിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പൊ എത്ര വർഷമായി ഞാൻ എന്നുള്ളത് ചിന്തിച്ചോളൂ. അവരെ ഈ കുംഭസ്നാനത്തിന് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാജി ജൽദി ആ മേരെ സത്ത്. അവരെ സെക്ടർ 6 ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു അഘോരികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം ആ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ്. കയ്യിൽ കിടക്കുന്നതൊക്കെ ഇതൊക്കെ ഞാൻ സ്വർണ്ണം ഇടാറില്ല. 2012 സ്വർണങ്ങളൊക്കെ അവസാന കമ്മലും ദാനം ചെയ്തതിന് ശേഷം സ്വർണം ഉപയോഗിച്ചിട്ടില്ല. ആര് ചോദിച്ചാലും സ്വർണങ്ങളൊക്കെ കൊടുക്കും എന്തായാലും. കാരണം ഞാനൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നും ഞാനൊന്നും കൊണ്ടുപോവില്ല എന്നും വളരെ ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇന്നത്തെ പോലത്തെ അല്ലല്ലോ അന്നത്തെ ചാരിറ്റി. അന്ന് നമ്മളത് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇന്ന് ആരടുത്തു നിന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊടുക്കുന്നവർ വലിയ പണ്ഡിതരും സ്വയം അന്ന് കൊടുത്തിരുന്ന നമ്മളൊക്കെ ഒന്നും അല്ലാത്തവരുമാണ്. പക്ഷെ എത്രയോ പേരെ ഞാൻ ഇതുപോലെ ജീവിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാം കൊടുത്തു തീർത്തു. എനിക്കൊന്നും വേണ്ട എന്നുള്ള തീരുമാനിച്ചു. പിന്നെ വെള്ളി ആഭരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വെള്ളി എങ്ങനെ ഒരിത് കണ്ടാലും ഞാനത് വാങ്ങി ഇതുപോലെ ഇടും. ഇതാണ് വെള്ളി. ഉണ്ടാവും, അതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. കൊറേ ഉണ്ട് കേട്ടോ, ക്ലോസ് ഷോട്ടിൽ എത്ര കാണാൻ പറ്റുന്ന തരത്തിലുള്ള നിറച്ചുണ്ട് കയ്യില്. ഓക്കെ, എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലേ? എല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മള് 7 ഓക്കെ, നമ്മള് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കമന്റ്സ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ